സോ ഗൈസ് ഞാനിവിടെ ജസ്റ്റ് ഒരു റേഷ്യോയിൽ ഒരു ഫയൽ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊജക്റ്റ് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഷ്യോ എടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ ഒരു പ്ലസ് ഐക്കൺ കാണും, അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുക ഗൈസ്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ എഡിറ്റ് ടെക്സ്റ്റ് കൊടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേരടിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ റെയിൻബോ എഫക്റ്റ് ടെക്സ്റ്റ് എന്നാണ് അടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ആവശ്യമുള്ള ഒരു പേരടിക്കുക. എന്നിട്ട് അതിൻ്റെ കളർ ജസ്റ്റ് വൈറ്റ് ആക്കുക. എന്നിട്ട് ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫോണ്ട് ഇടുക. ഞാനിവിടെ ലെമൺ മിൽക്കാണ് ബോൾഡ് ഫോണ്ടാണ് യൂസ് ചെയ്യുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു റെയിൻബോ ടെക്സ്റ്റ് ജസ്റ്റ് എഫക്ട്സിൽ പോവുക, അത് ക്ലിക്ക് ചെയ്തിട്ട് എഫക്ട്സിൽ പോവുക. അതിനുശേഷം ആഡ് എഫക്റ്റ് കൊടുക്കുക. ആഡ് എഫക്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ പ്രൊസീജിയറിൽ നിന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ഫ്രാക്ടൽ റിഡ്ജസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം ഇതിലാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നിങ്ങൾ 2 കീ ഫ്രെയിം, ഇവിടെ കീ ഫ്രെയിം കാണുന്ന ബട്ടൺ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ടിങ് കീ ഫ്രെയിമിൽ നിങ്ങൾ -1 ഉണ്ട്, ഈ ഒരു എവല്യൂഷൻ -1 ഇടുക. അപ്പോൾ -1 ജസ്റ്റ് ഒന്ന് ഇടുക. ഓക്കെ, -1 ഇടുക. സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് കീ ഫ്രെയിം ജസ്റ്റ് -1 ആക്കുക. സെക്കൻഡ് കീ ഫ്രെയിമിൽ പോയതിനു ശേഷം ഇത് +1 ആക്കുക. ജസ്റ്റ് -1 നേരെ +1 ആക്കുക. ഓക്കെ, കറക്റ്റ് ആക്കി കൊടുക്കുക. അത് കറക്റ്റ് ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം അടുത്തത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ അതിൽ ജസ്റ്റ് താഴോട്ട് വന്ന് നിങ്ങൾക്കിവിടെ കളറിൻ്റെ ഓപ്ഷൻ കാണാം. അവിടെ ഫസ്റ്റ് കളർ ബ്ലാക്കും സെക്കൻഡ് കളർ വൈറ്റും ആക്കുക. നിങ്ങൾക്ക് ആക്കിയതാണെങ്കിൽ അങ്ങനെ തന്നെ കിടന്നോട്ടെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്ലാക്കും വൈറ്റും ആക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ഒക്ടേവ്സ് ജസ്റ്റ് ഒന്ന് 1 ഇടുക കേട്ടോ, 1 ഇടുക. ജസ്റ്റ് ഫുള്ളായിട്ട് കുറച്ചിട്ട് 1 ഇടുക ഒക്ടേവ്സ്. ഓക്കെ, അതിനുശേഷം അത് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ഒരു എഫക്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യുക, സ്പെക്ട്രൽ മാപ്പ്. അത് കളർ ആൻഡ് ലൈറ്റിൽ താഴോട്ട് പോകുമ്പോൾ ഇതാണ്ട് ഇവിടെ ഒരു സ്പെക്ട്രൽ മാപ്പ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാം. അത് ജസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് സ്പെല്ലിങ്ങിന് വല്ല പ്രൊനൗൺസിയേഷനിൽ വല്ല പ്രശ്നമുണ്ട്, ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക ഗൈസ്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ 2 കീ ഫ്രെയിം ഫേസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ആഡ് ചെയ്യുക. ജസ്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ടിങ്ങിലെ കീ ഫ്രെയിമിൽ നിങ്ങൾ 0 എന്ന് തന്നെ വാല്യൂ കൊടുക്കുക. എൻഡിങ്ങിലെ കീ ഫ്രെയിമിൽ പോയതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് 2 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കുക. 2 ആക്കി കൊടുക്കുക കേട്ടോ. 0.2 ആക്കി കൊടുക്കുക, കറക്റ്റ് 2 ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കളറൊക്കെ ഇതേ സെയിം കളർ തന്നെയാണ്. നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് കളർ, പക്ഷേ റെയിൻബോ എഫക്റ്റ് ഒരു ടെക്സ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ സെയിം കളർ തന്നെ ആക്കുക. അതിനുശേഷം ഇവിടെയുള്ള ജസ്റ്റ് താഴോട്ട് പോയതിനു ശേഷം ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു നമ്മൾ. അതിനുശേഷം ഒന്നുകൂടെ ആഡ് എഫക്റ്റ് കൊടുക്കുക. ടെക്സ്റ്റ് പോയതിനു ശേഷം ഇവിടെ ഒരു ടെക്സ്റ്റ് സ്പേസിംഗ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് കൊടുക്കുക. ഇത് ഞാൻ ജസ്റ്റ് ആ ഒരു എഫക്റ്റ് ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾ 5 or 4 ഇട്ട് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇവിടെ 5 ഇട്ട് കൊടുക്കണം. 4 ഇട്ടാലും കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ആവശ്യത്തിനാണെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. ഇനി നമ്മളെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഒരു റെക്റ്റാങ്കിൾ ഒരു എഫക്റ്റും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം അത് ജസ്റ്റ് നിങ്ങൾ ഫിൽ സ്ക്രീൻ അടിക്കുക. ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫിൽ കമ്പോസിഷൻ എഴുതി അടിക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അതിനുശേഷം ജസ്റ്റ് ആ റെക്റ്റാങ്കിളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഫക്ട്സിൽ പോവുക, ആഡ് എഫക്റ്റ് കൊടുക്കുക. അതിനുശേഷം താഴെ പോയതിനു ശേഷം അതറിൽ പോയതിനു ശേഷം ഇവിടെയുള്ള കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൂടെ ഇമ്പോർട്ട് ചെയ്യുക. അതിലൊരു മാറ്റവും വരുത്തുക, ജസ്റ്റ് ബാക്ക് ചെയ്യുക. ആഡ് എഫക്റ്റ് ഒന്നുകൂടെ കൊടുക്കുക. ബ്ലർ പോയതിനു ശേഷം നമ്മളെ ബോക്സ് ബ്ലർ കാണാം, അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. അതിനുശേഷം ആ ഒരു ബോക്സ് ബ്ലറിൽ നിങ്ങൾ സ്ട്രെങ്ത്ത് സെയിം ആക്കി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ബാക്ക് അടിക്കുക. നിങ്ങൾ ജസ്റ്റ് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ പോയതിനു ശേഷം ലൈറ്റൻ നിങ്ങൾ സ്ക്രീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. സ്ക്രീൻ ഇട്ട് കൊടുക്കുക, ലൈറ്റൻ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ലൈറ്റൻ സ്ക്രീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മളെ എഫക്റ്റ് ഇതാണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതിൻ്റെ പ്രിവ്യൂ കാണുമ്പോൾ കറക്റ്റ് ഇതേ എഫക്റ്റ് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള ഈ ഒരു എഫക്റ്റ് മാറ്റിയിട്ട് ഇഷ്ടമുള്ള നെയിം അടിച്ചു കൊടുക്കും. ഞാൻ ജസ്റ്റ് റെയിൻബോ ടെക്സ്റ്റിന് അടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിക്കുക. നമ്മൾ 4K അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു താങ്ക്സ് പറയാണ് ആ ഒരു 4K അടിച്ച് കഴിഞ്ഞാൽ. അപ്പം ഇനി നമുക്ക് കുറേ മൈൽ സ്റ്റോൺസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സോ നമ്മളെ ടീമിനൊപ്പം നിൽക്കുക. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.